ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു 4 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 4 മണിയൊക്കെ ആയപ്പോൾ ചായ വെച്ച് കുടിച്ചതിന് ശേഷമാണ് മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നത്. അപ്പോൾ ഇന്നലെ വാങ്ങിയ മധുരക്കിഴങ്ങാണ്. പിന്നെ നമ്മളൊരു ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ വെല്ലം ഉരുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. ചൂട് ആറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ ചൂട് ആറാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മധുരക്കിഴങ്ങെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് റെഡിയാക്കി വെച്ചു. അപ്പോൾ തന്നെ വെല്ലത്തിൻ്റെ ചൂടെല്ലാം മാറി. അതിലേക്ക് ഞാൻ 1 കപ്പ് ചക്ക മിക്സിയിൽ അരച്ചതാണ് കേട്ടോ. പഴുത്ത ചക്ക അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അതും 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ഏലക്കയും ജീരകവും കൂടി പൊടിച്ചതാണ്. അത് നമുക്കൊരു കുറച്ച് മതി കേട്ടോ. അത് നന്നായി പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വെല്ലത്തിൻ്റെ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മധുരവും ഈ പഴുത്ത ചക്കയുടെ മിക്സെല്ലാം നന്നായിട്ട് ചേർന്ന് വരുന്നത് പോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നെയ്യാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവെല്ലാം ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ അപ്പച്ചെമ്പിലാണെങ്കിൽ അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 30 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഓവനിലാണ്, ഒരു 30 മിനിറ്റ് ഓവനിലാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വയ്ക്കുന്നത്. എന്നിട്ടൊരു 30 മിനിറ്റ് വയ്ക്കുക. നമ്മൾ അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ആവി കയറ്റുകയാണെങ്കിൽ ഒരു 20-30 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവമെല്ലാം റെഡിയായി കിട്ടും. അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അപ്പച്ചെമ്പിൽ വയ്ക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഞാൻ അപ്പച്ചെമ്പിൽ ഉണ്ടാക്കാറുണ്ട്, ഇങ്ങനെ ഓവനിലും വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചൂടൊക്കെ ആറി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് ചക്കയൊക്കെ ധാരാളം കിട്ടും, പഴുത്ത ചക്കയൊക്കെ. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ചക്കയൊക്കെയുള്ളവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ചക്കയപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല മണമാണ്.
ഇനി നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അത് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെല്ലവും ഗോതമ്പ് പൊടിയും ഏലക്കയും ജീരകവും എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഞങ്ങൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.